ഞാൻ കള്ളുപിടിച്ച് നിൽക്കുക, അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. എവിടെ പോകുന്നു? നട്ടപ്പാതിരാക്കി ഇവളുമാരെല്ലാം കൂടെ ചോറും മീൻകറിയും തരാത്ത കൂട്ടത്തിൽപ്പെട്ട അഴുക്കൾ. ഇവിടെ അടുത്തൊരു കല്യാണം. എന്തേ രാത്രി 12 മണിക്ക് കല്യാണോ? സത്യമാണോ ബിരിയാണിയാണോ? പോയി അന്വേഷിക്കാത്ത എന്തെന്ന്? ആര്? ഞാനോ? പിന്നെ അല്ലാതെ ഞങ്ങളോ? സൂക്ഷിച്ച് സംസാരിച്ചാണ്ടല്ലേ. എന്റെ പൊന്നെ ഇടാന്ന് അങ്ങോട്ട് മാറിയിക്കാമോ? ഞങ്ങൾക്ക് അങ്ങോട്ട് പോണം. അങ്ങനെ നിങ്ങളിപ്പോ അങ്ങനെ അങ്ങോട്ട് പോകണ്ട. നീക്ക് വീട്ടിൽ ചോറും മീൻകറിയും വെക്കാതെ ഈ രാത്രി 12 മണിക്ക് എവിടെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കണേ? ഞങ്ങൾ സൗകര്യമില്ലാത്ത പോകും, മാറിയിക്കണം അങ്ങോട്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. ആരാന്നറിയാം? ഇത് ഇവിടുത്തെ പുലിയാ, പുലി. പുലിക്കുന്നൊരു ആട്ടം. പുലി ആടും, ചിലപ്പോ മാന്തും, ചിലപ്പോ പിച്ചു നിന്നെ പിടിച്ച് വിഴുകൂടി. വിഴുങ്ങാനിങ്ങോട്ട് വാ, നിന്ന് തരാം. എടാ ആദ്യം വന്ന് മര്യാദക്ക് നീ ഒന്ന് മാറി നിക്ക്, ഞങ്ങക്ക് പോണം. എന്നാ നീ വിളിക്കാം? നീ ആരുടെ? സംസാരിക്കണം. കേവനാന്ന് നോക്കൂല, ഒറ്റ അടി വെച്ചതാണല്ലോ. തല്ലിട്ട് നീയൊക്കെ ഇവിടുന്ന് പോവൂല. പോണില്ല. സുധ സാറിനെ വിളിയടി. സാറിനെ വിളി, ഹെഡ് മാസ്റ്ററിനെ വിളി, എല്ലാവരെയും വിളി. വിളിക്കും. അവര് വന്ന് ചോദിച്ചിട്ട് നീയൊക്കെ പോണമെന്ന് കാണാം. നീ ഞങ്ങളെ ചവിട്ടിട്ട് നീയൊക്കെ പോകും. അത് വീണാണ്. ഇത് വീണ് വളർന്ന കക്ഷിയാണ്. രണ്ടിലത് അറിഞ്ഞിട്ട് പോയാ ഞങ്ങള് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എടിയാണ് പിരികിടി. നിന്റെയൊക്കെ വളർത്തി നിന്നെയൊക്കെ ഇങ്ങനെ പാഴാക്കി കളഞ്ഞ അവന്മാര് ചോദിച്ചിട്ടു ഞാൻ. നിന്നൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടിരിക്കണെന്ന്. ആളുകൾക്ക് നേരെ കൈ വാങ്ങാൻ പഠിപ്പിച്ചില്ലെങ്കിൽ റോഡിൽ ഇറങ്ങി വിട്ടൊക്കെയാണ് നട്ടപ്പാരത്തിലേക്ക്. നമസ്തേ സാറേ. അതെ, എന്താ പ്രശ്നം? സാറ് വന്നല്ലോ, ഇനിയിപ്പോ സമാധാനമായി. സാറേ, ഈ സഹോദരിമാർ ആൺതുണയൊന്നും ഇല്ലാതെ അസമയത്ത് ഇതില് ഇങ്ങനെ നടന്നു വന്നപ്പോ ഞാൻ അവരോട് നിങ്ങൾ നിൽക്കി, നിങ്ങളെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിട്ട് കൂടിയത്തിലേ ഞാൻ പറഞ്ഞു വിടുള്ളൂ, നിങ്ങളെ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തിക്കായിരുന്നു. സാറേ, നമ്മളെ നാടിന്റെ അവസ്ഥ അറിയാലോ. നാളെ ഈ സഹോദരിമാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ ആണുങ്ങൾ എങ്ങനെ വിശ്വസിച്ച് പുറത്തിറങ്ങി നടക്കും. സഹോദരിമാര് പൊക്കോ, സാറ് വന്നല്ലോ, ഇനി പൊക്കോ. സാറ് വെറുതെ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അതെ, 2 നില പൂര വെള്ളമാണ് സാർ, അത് കിടക്കാൻ കണ്ടില്ലേ? ഞങ്ങളെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞു സാർ. സാറേ, അത് ഇവര് പോവാതിരിക്കാൻ അല്ല, ഇവര് പോവാൻ പേടിപ്പിച്ചതാണ്. ആരാണത്? ആരാന്നോ ആരോ വഴിപോക്ക മദ്യപിച്ചിട്ട് അയാളുടെ പുലിയോ മുത്തോ എന്തൊക്കെയാണെന്ന് അയാളുടെ കൂടെ ഉള്ള ആളാണ് സാറേ ഇത്. നിന്നോടെല്ലാം ഉണ്ടായിരിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിന്നെ പോലെ ഒരുപാടെണ്ണം ഉണ്ട്. പെമ്പിള്ളേര് തനിയെ റോഡിലിറങ്ങി നടക്കുമ്പോഴേ പത്തി വർത്തിയാടുന്ന ചില പാമ്പുകൾ. ആ പത്തി ഞാൻ ഇങ്ങനെ അടിച്ചോടിക്കും. അവരെ തല്ലു വേണ്ട. കടന്നുറങ്ങാൻ പറ്റിയ സ്ഥലം ഞാൻ തരാം. രണ്ട് മണിയായി നേരം. ആ കുരുത്തം കെട്ടോളാണ് കാണാനില്ലല്ലോ. വിളിച്ചു നോക്കണം. അച്ഛൻ വിളിക്കേണ്ടത് കിട്ടണ്ടേ? എന്താ കിട്ടാതെ? ഇതൊരു കഷ്ടത. എത്ര നേരം ഇത് വിളിക്കുന്നത്? നിന്നെ ഒറ്റ ഒരുത്തനെ പറഞ്ഞാൽ മതി.
എടാ വീട്ടിൽ ആണുങ്ങൾക്ക് നട്ടലില്ലെങ്കിലേ ഇതേപോലെയൊക്കെ ഉണ്ടാവും. ഇത് കൂന്ന് പറഞ്ഞോണ്ടിരിക്കുക. അച്ഛൻ എന്താ പറയണത്? എന്ത് നടത്തത്തിന് അവള് പോയിരിക്കണ് ഈ നട്ടപ്പാതിരെ? ഇതിനൊക്കെ ദൂർനടപ്പ് അറിയോ? ഈ നാട്ടുകാരും കൂടി പറഞ്ഞ് കേൾപ്പിച്ചു കേട്ടോ. നാട്ടുകാരെന്ത് പറഞ്ഞു കേൾപ്പിക്കണ? ആ പെണ്ണുങ്ങളെല്ലാവരും കൂടി പോവാണ് എന്ന് പറഞ്ഞിട്ടല്ലേ എടാ വിടാൻ നിക്കണോന്നേ, വിടണോ? നീ അവൾ കെട്ടിയതല്ലേ? അപ്പൊ ആ മൊയ്ത് വന്ന് പറഞ്ഞു അച്ഛൻ കേട്ടില്ലേ? ഇത് വന്ന് പറഞ്ഞ് എന്തിനാണ് അതിന് നിന്നെയൊക്കെ പറയണേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു കഷ്ടമൊക്കെ ഇത്. ഇനി നിന്ന് ആ ഫോൺ കിട്ടാത്ത ഫോണിൽ നിന്നിട്ട് അങ്ങടെ ഇറങ്ങി പോയി നോക്കണം. സ്വസ്ഥത എന്ന് പറഞ്ഞതില്ല മനുഷ്യന്. ഇവിടെ പൂവന്നെ നല്ലത്. പിന്നെ ഇവിടെ കിടന്നിട്ട് ഞാൻ തിരിയണെന്തിന്? പിന്നെ ഇവിടെ അങ്ങോട്ട് പോയിക്കാം. ചാടി എടുക്കണ്ടേ? ഇതൊരു കഷ്ടം ആലോചിച്ചോക്കെ. ഈ പെണ്ണ് കാണിക്കുന്ന ഓരോ പണികളുണ്ടല്ലോ. കെട്ടിയ പെണ്ണ് 2 മണിയായിട്ട് വന്നില്ല. അപ്പോഴും ഒരു ബേജാറില്ല പോങ്ങല്. തോർത്ത് വേണോ? വേണ്ട വേണ്ട. എവിടെ പോയി കിടക്കുന്നത്? അതെ, ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കണ സ്ത്രീകളെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇത് സുഖമില്ലാതല്ല, കുഴപ്പമുള്ളവരല്ല. പക്ഷെ ഈ രാത്രി ഇറങ്ങി നടക്കണ ഉണ്ണേ മറ്റേ റോട്ടിൽ കൂടി ഇറങ്ങി നടക്കണ കേസാണ്. അതല്ല ഏട്ടാ, എന്തൊരു കഷ്ടം. ഈ നിങ്ങൾ കേട്ടിട്ടില്ലേ രാത്രി ഇറങ്ങി സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കണ ഒരു ആവശ്യക്കാർക്ക് നടക്കാം. അങ്ങനെ പോണല്ല അത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളത്. ചേട്ടാ പല ടൈപ്പ് ഉണ്ട്, ചേട്ടന് ഏതാ വേണ്ടത്? അതല്ലാതെ സ്ത്രീകൾ റോട്ടിൽ കൂടെ പോണണ്ട ഇവിടെ എവിടെയെങ്കിലും. അപ്പൊ വിളിച്ചു നോക്കാറില്ല ചേട്ടനാണ്? അല്ല, സംഭവന്റെ ഭാര്യ തന്നെയാണത്. ആ ഭാര്യ? അവള് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടേ കൂടെ ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞതേ മൊയ്തു എന്റെ സുഹൃത്തുണ്ട്. മൊയ്തു പറഞ്ഞിട്ട് ഇങ്ങനെ ഈ രാത്രി ഇറങ്ങി നടക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ പെണ്ണുങ്ങള്. അപ്പൊ ചേട്ടന് വേറെ സെറ്റപ്പ് വേണം ഇപ്പൊ. ഇവിടെ എങ്ങനെ പറയണ പത്രത്തിൽ വായിച്ചില്ല. മനസ്സിലായി ഇതൊക്കെ എല്ലായിടത്തും നമ്മ ദിവസവും കാണണല്ലേ. ആ ഫോണിലൊന്ന് വിളിക്ക്. ഒരാൾക്ക് വിളിച്ചാണ്. ഒന്നൂര് വിളിക്ക്. നിങ്ങക്ക് സംഭവം മനസ്സിലായി? ഇല്ല, ഞാൻ വിളിച്ചോളാം. നമ്പർ ഉണ്ടല്ലോ. ഇല്ല, ഞാൻ വിളിച്ചോളാം. അല്ല, എന്താ കാണിക്കണേ? എന്താ സത്യേട്ടാ, കഞ്ചാവ് ടീംസ് ആയിരുന്നു ഒരു. 2 പോലീസ് പിടിച്ച്. എന്തൊക്കെ കേസിലെ പ്രതികളാച്ചിട്ടാ. കൊലപാതകം, പീഡനം, പണം തട്ടിപ്പ്, എല്ലാ കേസിലും ഉണ്ട് ഇവര്. എന്തായാലും ഏട്ടന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. പഠിച്ചോ കാട്ടാ. എടോ, ആണുങ്ങൾക്കേ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അതിന്റെ പുറമെ ഇപ്പൊ പെണ്ണുങ്ങളെ രാത്രി കയറി ഉരുവിടല്ലേ. അച്ഛ അങ്ങനെ പറയൊന്നും വേണ്ട. എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചു വന്നല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഒലക്ക മുണിങ്ങന്മാരി ഇങ്ങനെ നിൽക്കണ്ടല്ലോ. നിന്നെ അന്വേഷിച്ചിറങ്ങിയതാ ഈ ചക്കന്റെ കൊല കണ്ടില്ലേ ഇപ്പൊ? താടി മേടിക്കേ. എന്നോട് മിണ്ടാതിരിക്കാൻ. ശീതള ചവയ്ക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞേ. തിന്നാനൊന്നും പറ്റൂല. തിന്നാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞല്ലേ. വേണമെന്നാണ് തിന്നെ കൊടുക്കണേ ചെക്കനെ. അല്ല, ചോറ് കഴിക്കാൻ പാടില്ല. വേണോ ഇപ്പൊ?
അതെ ഭക്ഷണം കഴിക്കാനാ അമ്പലത്തെ പോവാനോ അങ്ങോട്ട് പാടുപോ പോവാൻ പറയുന്നോട് ഇതാണോ നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ആണോ മറിമായം